രാജ്യം സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി ലൈവിൽ വന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ബെഗ്ഗിങ് പോലെയുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു കഷ്ടം തോന്നും. നമ്മൾ നേരത്തെ കണ്ടാണ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കരഞ്ഞുപോയി ഇല്ലേ, ഇറ്റലിയുടെ. ഞങ്ങൾ എല്ലാം താമസിച്ചു, ഞങ്ങൾ കാര്യങ്ങൾ നേരിടാൻ താമസിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുപോയ അവസ്ഥ നമ്മൾ കണ്ടാണ്. നമ്മുടെ രാജ്യം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിക്കേണ്ട കടമ നമ്മുടെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വേസ്റ്റ് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ വേസ്റ്റൊക്കെ കളയണം. കടയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമുക്കും ഇവിടെ ഈ ഒരു മൊറോക്ക രാജ്യത്തും 16-ാം തീയതി വരെ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് പെർമിഷനൊക്കെ ഉണ്ട്. അത് എടുത്തായിരുന്നല്ലോ കടലാസ് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് സുനീർ ഭായി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പെർമിഷനും മറ്റൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ധാരാളം ആളുകൾ ഇവിടെ കടയിൽ വന്നിരിക്കുന്നു. സാധനങ്ങൾ വാങ്ങാനും മറ്റുമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ വേസ്റ്റ് കളയണം എവിടെയെങ്കിലും. അതിനിവിടെ എവിടെയോ സ്ഥലമുണ്ട്. ആ വേസ്റ്റ് കളയുന്ന സ്ഥലം കണ്ടുപിടിച്ച് അത് കളഞ്ഞിട്ട് ബാക്കി നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവൻ അപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ഇവിടെ പല സ്ഥലത്ത് ഇത്തരത്തിൽ വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള ബിന്നുകളുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റുകളൊക്കെ നമ്മൾ ഇതേപോലെ കവറിനകത്താക്കി ഇവിടെ കൊണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി. എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്നിവിടെ ഭയങ്കര തിരക്കാട്ടോ. ഇഷ്ടം പോലെ വണ്ടികൾ റോഡിൽ കാണാം. ഞങ്ങൾക്ക് പതിവിലുപരിയായിട്ട് കുറേ വണ്ടികൾ നമുക്ക് കാണാം. അതിനിടയ്ക്ക് എന്നെ ഭാര്യ വിളിക്കുന്നല്ലോ, ചേത വിളിക്കുന്നു. ഹലോ, ഹൗ ആർ യു? ഞങ്ങൾ പുറത്താ വേസ്റ്റ് ഇടാൻ സാധനം വാങ്ങാനായിട്ടൊക്കെ വന്നതാണ്. ഇവിടെ 6 മണിയാകുമ്പോൾ കട അടയ്ക്കും. അതിന് മുന്നേ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്ന് വണ്ടി കാരണം റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോഴും റോഡിൽ ഇറങ്ങുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിലൊരു തെറ്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ്. അതെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ വണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വേണം നോക്കാൻ. അങ്ങോട്ട് നോക്കി വണ്ടി ഇല്ലാന്ന് പറഞ്ഞ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പണി വരും. ആയിപ്പോയല്ലോ നിങ്ങളെ കണ്ടത്. എന്താ പരിപാടി? സാധനം വാങ്ങാൻ വന്ന? ഹലോ, ചില്ലുതാക്ക്. ഇവരറിയോ? ഹായ്. ഹലോ. നമ്മുടെ ഗ്യാസൊക്കെ തീർന്നാൽ കിട്ടുമല്ലോ അല്ലേ? ഇല്ലേ, ഗ്യാസൊക്കെ തീർന്നാൽ കിട്ടുമല്ലോ അല്ലേ? ഗോതമ്പൊടിയാ? ഗോതമ്പൊടി വാങ്ങിച്ചാൽ നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഗോതമ്പ് ചാക്കിനകത്താണോ? ചെറുത് മതി. ഇല്ല, ചാക്കായാലും മതി. ബാക്കി ഇവർക്ക് കൊണ്ടുപോകാലോ. ഞാൻ വിചാരിച്ചു നമുക്ക് കൊണ്ടുപോകണം. ഇവിടുത്തെ ഭാഷയൊക്കെ അടിപൊളിയായിട്ട് അറിയാം. ഏത് ഭാഷയാണ് ഇപ്പൊ സംസാരിച്ച? അറബിയാണോ? അറബിയല്ലേ? ഓ, അറബി വിദ്വാനാ. ഓ, ഇവിടെ നിൽക്കണമെന്നാ അടുത്ത അവിടെ ആണല്ലേ? അങ്ങനെ 1 മീറ്റർ ഡിസ്റ്റൻസ്. ബിവറേജിലെ പോലെ അല്ലേ? ഇവിടെ ഉണ്ട് ബിവറേജിലെ പോലെ ക്യൂ. അപ്പോൾ എന്തായാലും വളരെ അവിചാരിതമായിട്ട് നമ്മൾ ഇവരെ കണ്ടിട്ട് നമ്മൾ ഇവരോടൊപ്പം കെയർ ഫോറിൽ പോകാൻ നോക്കുകയാണ്. ഗോതമ്പൊടി വാങ്ങണമെന്നാണ് ഉദ്ദേശം. ഗോതമ്പൊടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമല്ലോ. ഗോതമ്പ് ദോശയും ചപ്പാത്തിയും ഉണ്ടാക്കി നമ്മൾ പൊളിക്കും. ഉണ്ടാക്കാമല്ലോ, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് വണ്ടി കയറി പോവാം. എത്ര ആളുകളാണ് നമ്മുടെ യൂട്യൂബ് കണ്ടുകൊണ്ട് സമയം കളയുന്നത് വീട്ടിലിരുന്നിട്ട് അല്ലേ? ഞാൻ ആലോചിച്ചു എത്ര ദിവസം ഒരു കാറിൻ്റെ അകത്ത് കയറിയിട്ടെന്നാ. ഇദ്ദേഹം റിവ്യൂ ചെയ്യാൻ വേണ്ടി മുട്ടിയിരിക്കുകയാണ് ഇവിടെ. നമുക്ക് റോഡിലുള്ള വണ്ടികളൊക്കെ പിടിച്ച് റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഞങ്ങൾ. റോഡിൽ കാണുന്ന വണ്ടികളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. എന്തോരം വണ്ടിയാണ് കിടക്കുന്നതെന്ന് അറിയോ? റോഡിൽ ഇഷ്ടംപോലെ ആൾക്കാർ, വണ്ടികളൊക്കെ. അതെ, കടകളൊന്നും തുറന്നിട്ടില്ലെങ്കിലും ആളുകൾ ഇഷ്ടംപോലെ റോഡിലുണ്ട്. അതെ, ഇറച്ചിയൊക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ വാങ്ങാനായിട്ട്. ഇറച്ചിക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇവിടെ മൊറോക്കോയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കുറവായിരിക്കും അല്ലേ? പച്ചക്കറി എല്ലാം ഉണ്ടോ ഇവിടെ? പച്ചക്കറി എല്ലാം ഇവിടെ ഉള്ള സാധനമാണ്. ഇവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് യൂറോപ്പിൽ. അത് ശരി. എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലേ? എന്താ അല്ലേ, മൊറോക്കോയിൽ വന്നാലും ഡോറൊക്കെ തുറന്നു വന്നാലേ മുതലാളി ഇറങ്ങുള്ളൂ എന്നായി വണ്ടിയിൽ നിന്ന്. എന്തുപറ്റി? അല്ല, ഞാൻ ആ ചൈൽഡ് ലോക്ക് നമ്മളായിട്ട് തുറന്നിട്ട് പിന്നെ പിള്ളേരെ പ്രശ്നമാവല്ലോ. അതെ. അപ്പോൾ നമ്മൾ കെയർ ഫോറിൽ എത്തിയിരിക്കുകയാണ്. കെയർ ഫോറിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന്. അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയാലായിരിക്കും. പോയിട്ട് വരട്ടെ. നമ്മൾ കടയിൽ കയറി സാധനമൊക്കെ വാങ്ങിച്ചു. നമുക്ക് ഗോതമ്പൊടി കിട്ടിയില്ല. ഗോതമ്പൊടി വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, അത് കിട്ടിയില്ല. പിന്നെ പാല്, പിന്നെ കോളിഫ്ലവർ, അരി, തക്കാളി, ക്യാപ്സിക്കം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കുന്നതായിരിക്കും. അത്യാവശ്യം വേണ്ട സാമഗ്രികളെല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു.
ഓക്കെ ബൈ ബൈ. എവിടെ പോണ്? ഫുഡ് എടുത്തിട്ട് വരാം. ഡിന്നർ അല്ലേ? ഡിന്നർ. ഓക്കെ. നാളത്തേക്കുള്ള ചപ്പാത്തിയും കൂടി റെഡി ആയിട്ട്. ഇത്രയൊന്നും വൈകിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നില്ലേ? ശരി, അപ്പോൾ കാണാം. കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സാധനങ്ങൾ റൂമിലേക്ക് വെച്ചിട്ട് നാവാം. നമുക്ക് ഇനി നമുക്ക് 1-2 സ്ഥലങ്ങളിൽ കൂടെ പോകാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോവാം. പക്ഷേ കീ നിങ്ങളുടെ പോക്കറ്റിലാണ്. അയ്യോ, എൻ്റെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ സാധനവും. ഈ സുഹൃത്ത് ഇടക്കിടക്ക് എന്നോട് ഇങ്ങനെ പറയും, ചേട്ടാ വണ്ടി ഓടിച്ചിട്ട് കുറച്ച് ദിവസമായില്ലേ, റിവ്യൂ ചെയ്തിട്ട് കുറച്ച് ദിവസമായില്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോണ്ടല്ലോ, ഞാൻ 15 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചാനലിൽ ഒരു വീക്കിലി ഓട്ടോമൊബൈൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യ വിഷനിൽ തുടങ്ങി, ഇന്ത്യ വിഷൻ ഓട്ടോ ഷോ. അത് ഏതാണ്ട് 7 വർഷത്തോളം ചെയ്ത് കഴിഞ്ഞിട്ട് ഏഷ്യാനിൽ ഇപ്പോൾ പ്രോഗ്രാം തുടങ്ങിയിട്ട് 8 വർഷമായി. അങ്ങനെ നോക്കുമ്പോൾ 15 വർഷമായിട്ട് എല്ലാ ആഴ്ചയിലും നമ്മളൊരു വണ്ടി, അത് ചാനലിന് വേണ്ടിയല്ല, ഇപ്പോൾ മാഗസിന് വേണ്ടി ദിവസം ഓടിക്കുന്നു. എങ്കിൽ പോലും ഞാൻ എൻ്റെ അച്ഛൻ സുഖമില്ലാതെ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ മരിക്കാറായി കിടക്കുന്ന സമയത്ത് പോലും ഞാൻ നാട്ടിൽ ഓടി വന്ന് പ്രോഗ്രാം ചെയ്തു. ഒരിക്കൽ പോലും അത് ചെയ്യാതിരുന്നിട്ടില്ല. എങ്ങനെയെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ പെട്ടുപോയെന്ന് വെച്ചാൽ നമ്മൾ 26-ന് തിരിച്ചെത്തുമല്ലോ എന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പത്തെ സൺഡേ വരെയുള്ള എപ്പിസോഡ് എടുത്തു വെച്ചിട്ട് പോകുന്നു. സ്മാർട്ട് ഡ്രൈവിൻ്റെ അതിനുശേഷം ഇപ്പം അത് കഴിഞ്ഞു. ആ എപ്പിസോഡ് ലാസ്റ്റ് വന്നത് ലെക്സസിൻ്റെ RX 450 HL ആയിരുന്നു. അതും വന്നുപോയി. ഇനിയിപ്പോൾ ഇരിപ്പില്ല. തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ പോയി വണ്ടിയായിട്ട് ഇറങ്ങി ഷൂട്ട് ചെയ്യുന്ന നാട്ടുകാർ എടുത്തിട്ട് ഇടിക്കും. അതുകൊണ്ട് അത് വണ്ടി ഓടിച്ചിട്ട് പോലും എത്ര ദിവസമായല്ലേ? അതെ, വണ്ടി കയറുമ്പോഴത്തേന് എന്തൊരു ആപ്പാട് സന്തോഷമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിവിടെ ഇങ്ങനെ നിരവധി വണ്ടികൾ നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടും കേട്ടും നടന്നു പോകുന്നു. ആരെങ്കിലും ഒരു കീ തന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതേ, ഇപ്പം ഞാൻ ഈ കെനിയയിലും ടാൻസാനിയയിലൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ ശരിക്കും നമ്മുടെ ഈ ടൊയോട്ടയുടെയൊക്കെ ഒരു ആധിപത്യമാണ് പൊതുവെ. ടൊയോട്ടയാണല്ലോ എല്ലായിടത്തും ആധിപത്യം. പക്ഷേ ഇവിടെ വന്നപ്പോൾ ടൊയോട്ടയൊന്നും അങ്ങനെ അധികം കാണാനേ ഇല്ല. ഇവിടെ എപ്പോഴും യൂറോപ്യൻ വണ്ടികളാണ്. എനിക്ക് തോന്നുന്നത് ഒരു ചങ്ങാടം കയറ്റി അല്ലേ വണ്ടി കൊണ്ടുവരാമല്ലോ, അതുകൊണ്ടായിരിക്കും എളുപ്പം. ഇവിടെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ഡാസിയൊന്നും അധികം അങ്ങനെ നമ്മൾ മറ്റു നാടുകളിൽ കാണാറില്ല. പക്ഷേ ഡാസി ഇവിടെ നന്നായിട്ടുണ്ട്. അതായത് നമ്മുടെ റെനോയുടെ ഒരു പേരൻറ്റ് കമ്പനിയാണ്. അതായത് ഈ കിടക്കുന്ന ഡാസിയുടെ നമ്മുടെ നാട്ടിൽ നിരവധി ഉണ്ടായിരുന്ന വെരിറ്റോ എന്ന് പറയുന്ന ആ വണ്ടിയുടെ സഹോദരനാണ് ആ കിടക്കുന്നത്. ഇത് ഫോർഡിൻ്റെ കുക എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോസ്പോർട്ടിന്റെ ഒരു ചേട്ടനായിട്ട് വരും. ഇതല്ലേ ഇക്കോസ്പോർട്ടിന്റെ ഏകദേശം ആകാരവടിവും സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇന്ത്യ വന്ന വലിയ ഹിറ്റാകും. കാരണം ഇക്കോസ്പോർട്ടിനൊക്കെ കുറച്ചുകൂടെ വലുതാണ്, എന്നാൽ എൻഡേവറിനൊക്കെ ചെറുതുമാണ്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു കാറ്റഗറി നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടുത്തെ ആധിപത്യം എന്ന് പറയുന്നത് ഫോക്സ് വാഗൺ അതേ കിടക്കുന്നൊക്കെ ഫോക്സ് വാഗണാണല്ലോ. ഇത് ഏതാ വണ്ടി? പോയി നോക്കിയാലോ പറയാൻ പറ്റും. അതെ, വണ്ടി വൃത്തിയാക്കലും സൂക്ഷിക്കലൊക്കെ വളരെ അപൂർവമാണ്. എല്ലാ വണ്ടികളൊന്നും അങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കലും നമുക്ക് കാണാം. ഗോൾഫിന്റെ പ്രത്യേകത വെച്ചാൽ ഗോൾഫാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടൊയോട്ട കൊറോള കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്ന വണ്ടി ഫോക്സ് വാഗണിന്റെ ഗോൾഫാണ്. ആണോ? ഗോൾഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോളോ ഉണ്ടല്ലോ, പോളോയുടെ ഏതാണ്ട് ആ ഒരു രൂപവും ഭാവവും ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഗോൾഫ് എന്നാണ് അതിന്റെ പേര്. അതെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഇന്ത്യൻ എംബസിയിലെ ഇവിടുത്തെ ഇന്ത്യൻ എംബസിയിലെ നന്ദകുമാർ സാർ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത മലയാളി, അദ്ദേഹം സുജിത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട്. താങ്ക് യു സാർ. ഇവരെല്ലാവരും പ്രോഗ്രാം കാണുന്നുണ്ട്. സന്തോഷം. നമ്മൾ ചെയ്തു തുടങ്ങിയ പ്രോഗ്രാം കാണുന്നുണ്ട്. സന്തോഷം. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇന്ന് അറിഞ്ഞു. അത് നമ്മുടെ മാതൃഭൂമി TV എന്റെ ഫ്രണ്ട് എബി ടി എബ്രഹാം വിളിച്ചു പറഞ്ഞതാ. അല്ല, എബിയോട് ഞാൻ സംസാരിച്ച ബേബി പറഞ്ഞു. അതായത് ഇവിടുത്തെ ഇന്ത്യൻ അംബാസഡർ മലയാളിയാണ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ശംഭു S. കുമാരൻ. അത് നമ്മളെല്ലാവരും വളരെ സ്നേഹിക്കുന്ന ഫിലിം ഡയറക്ടർ KP കുമാരന്റെ മകനാണ്. ആണോ? KP കുമാരൻ എന്ന് പറഞ്ഞാൽ സ്വയംവരം, അടൂർ ഗോപാലകൃഷ്ണൻ സ്വയംവരം കോസ്ക്രിപ്റ്റ് ചെയ്തതൊക്കെ KP കുമാരനാണ്. അതിനുശേഷം ഏറ്റവും അവസാനം ആകാശഗോപുരം എന്ന് പറയുന്ന സിനിമ ചെയ്തത് മോഹൻലാൽ ഒക്കെയുള്ള. അദ്ദേഹത്തിന്റെ മകളെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സിനിമയിൽ വളരെ സജീവമായിട്ടുള്ള മാല പാർവതി എന്ന് പറയുന്ന ഐശ്വര്യമുള്ള വെളുത്ത ചേച്ചി ഉണ്ടല്ലോ, മാല പാർവതിയുടെ ചേച്ചിയാണ് ഈ ശംഭു സാറിന്റെ വൈഫ്. അത് ശരി. സാറിന് ഒരു ഹായ്. സാർ ഈ വീഡിയോ കാണോന്ന് അറിയില്ല, എന്നാലും സാറിന് ഒരു ഹായ്. അത് എബി പറഞ്ഞപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് സാറിനെ കാണാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും. നന്ദകുമാർ സാർ ശ്രമിച്ചു നോക്കാം. അപ്പൊ ഇത് നമ്മുടെ SX4 അല്ലത്, പിന്നെ രൂപം കണ്ട അറിയാലോ, സൈഡിൽ നോക്കിയത് SX4ന്റെ. ഇവിടെ ഇത് SX4 എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും നമ്മുടെ നാട്ടിലെ SX4 അല്ല ഇത്. ഇത് ഒരു കുറച്ചുകൂടി എന്താ പറയണ്ട ഒരു SUV മോഡലുള്ള വണ്ടിയാണ്. സുസുക്കിയുടെ ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് ഇവിടെ കാണാം അല്ലേ? ആൾട്ടോ ഉണ്ട്, അതേപോലെ തന്നെ സെലറിയോ കണ്ടിരുന്നു. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു 16 ടയറല്ലേ ഇത്? അതെ, 205/60 16 ടയറുള്ള അത്യാവശ്യം നല്ല വലിയൊരു വണ്ടിയാണ് അല്ലേ ഇത്? ഇത് നമ്മുടെ ഫിഗോ അല്ലേ? ഫോർഡ് ഫിഗോ ആണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അൽഫ റോമിയോ. ഇത് അൽഫ റോമിയോ എന്ന് പറയുന്നത് ഇറ്റാലിയനാ.
ഇറ്റലിയിൽ ആദ്യം തുടങ്ങി വെച്ച ആള് വേറെ ആണെങ്കിലും ഇപ്പൊ ഇത് ഫിയറ്റിന്റെ ഒരു സബ്സിഡറി കമ്പനിയാണ് ആൽഫ റോമിയോ. ആണല്ലേ? ഓക്കെ. ഇതിന്റെ ലൈറ്റ് സംഭവങ്ങളൊക്കെ കണ്ടില്ലേ? പൊളിയല്ലേ? ഏറ്റവും രസം ഇതിന്റെ ഈ ഗ്രില്ലാണ് അല്ലേ? ഇവര് മോട്ടോർ സ്പോർട്സിലൊക്കെ ഭയങ്കര സജീവമാണ് ആൽഫ റോമിയോ. ആണോ? ഓ കിടു. ഇതേപോലെ ഗ്രില്ലല്ലേ ശരിക്കും പണ്ട് BM ആണോ ഓടിയാണോ ആദ്യത്തെ ഗ്രില്ല് ഇങ്ങനെ അല്ലായിരുന്നോ? ജാഗോർ അല്ലേ? ചെറുതല്ല, എന്നാലും ഈ ഷേപ്പിലായിരുന്നു ആദ്യം ജാഗോറിന്റെ ആദ്യ വണ്ടികളുടെ ഗ്രില്ല് ഉണ്ടായിരുന്നു അല്ലേ? ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇവിടെ ഏതെങ്കിലും വണ്ടി ഇന്ന് മോഷണം പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ രണ്ടുപേരും പിടിക്കും. ഇന്ത്യക്കാര് ഇവിടെ വണ്ടികൾ ഇങ്ങനെ നോക്കി നടക്കുന്നു, നല്ലതേതാണെന്ന് നോക്കി നടക്കരുത്. അത് ഡാസിയ സണ്ടേറോ, ഇത് ഫോർഡ് ഫിയസ്റ്റ, ഇത് റെനോ സണ്ടേറോ എന്നുള്ള പേരിലാണ് മറ്റ് മാർക്കറ്റിലൊക്കെ ഉള്ളത്. റെനോയും ഡാസിയ ഞാൻ പറഞ്ഞില്ലേ, രണ്ടും സഹോദര ലെൻസൊക്കെ കണ്ടില്ലേ? ചെളിയായിട്ട് പൊടി പിടിച്ച് കഴുകാതെ തുടക്കാതെ ഇട്ടിരിക്കുന്നു. കൊറോണ പിടിച്ചിരിക്കുമ്പോഴാണോ വണ്ടിയുടെ അതുകൊണ്ട് ഇത് ഏതാ സാധനം? ഇത് ഫ്യൂഷോ 208, അത് 206. ഇവരുടെ എല്ലാം ഈ നോമൻക്ലേച്ചർ ഇങ്ങനെയാ. ഈ 30 നമ്മളവിടെ ഉണ്ടായിരുന്നല്ലോ മുമ്പ് 118 NE എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ ഫിയറ്റിന്റെ ഈ ഫ്യൂഷയുടെ ഒക്കെ ചില വണ്ടികളുടെ പ്രത്യേകത അത്തരം പേരുകൾ ആണോ? അത് ശരി. ഇതിന്റെ രണ്ടിന്റെ ഫ്രണ്ട് തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടോ നമുക്ക് നോക്കാം. ഒരിക്കലും ഇല്ല അല്ലേ? ഇല്ലല്ലേ? ഇത് നമ്മുടെ സുസുക്കിയുടെ മറ്റേ ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ, എസ്റ്റിലോ ഫ്രണ്ട് പോലെ ഉണ്ടല്ലേ ഏകദേശം കാണുമ്പോ. ഇവരുടെ എംബ്ലം അടിപൊളിയാണ്. ഇതെന്താ ഇത് മൃഗം? എനിക്ക് തോന്നുന്നത് ഞാനത് സ്വിറ്റ്സർലൻഡില് ഏതോ ഒരു സിറ്റിയില് ഉള്ളൊരു ലയണിന്റെ ഒരു പാറ കൊത്തിവെച്ച രൂപമുണ്ട്. അത് എവിടെയാണ് ഇപ്പൊ വിട്ടുപോയി, അതാണെന്ന് തോന്നുന്നത്. ഇത് ഏതാ സാധനം? ഇത് ബെൻസിന്റെ പഴയ ഈ ക്ലാസ്, ബേഴ്സറസ് ബെൻസിന്റെ പഴയ ഈ ക്ലാസ് ആയത്. ഇതെന്താ ഇങ്ങനെ ലോഗോ? അത് ഇത് നിന്നിരുന്നതായിരിക്കും. വിളിച്ചോണ്ട് പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ കൊണ്ടുപോയത്. ഈ വണ്ടിക്ക് എത്ര വർഷം പഴക്കമുണ്ടാവും? എനിക്ക് തോന്നുന്നത് 90 സമയത്തെ വണ്ടിയാണെന്നാണ്. പക്ഷേ നമ്മുടെ അടുത്ത് അതേ സമയത്ത് തന്നെ ആയിരിക്കണമെന്നില്ല ഇവിടെ ഇതൊന്നും വന്നത്. അത് ശരിയാ. ഇത് നല്ല പഴക്കമുള്ള വണ്ടിയല്ലേ? ഓ കൊള്ളാലോ. ഫ്യൂഷോയുടെ കുറെ വണ്ടിയുണ്ടല്ലേ ഇവിടെ? ഫ്യൂഷോ വളരെ നല്ല വണ്ടികളൊക്കെ കമ്പനിയാണ്. ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണെന്ന് കേൾക്കുന്നുണ്ട്. ആണോ? ഇത് ഫിയറ്റ് പാണ്ട. ഇത് ഇന്ത്യയിൽ ഇപ്പൊ ഫിയറ്റ് നിന്ന് പോയെങ്കിലും ഫിയറ്റ് ഉള്ള സമയത്ത് പാണ്ട വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ എഴുതിയിട്ടുള്ളതാണ്. ആണോ? കാരണം അവർ പാണ്ട ഇന്ത്യ കൊണ്ടുവരാൻ ഒരു പരിപാടി ഇട്ടിരുന്നതാണ്. ഈ സാധനം ഉണ്ടോ നമ്മുടെ അവിടെ? ഇല്ല, ഇപ്പൊ ഫിയറ്റ് നിന്നുപോയി. ഒന്നുമില്ല. റെനോയുടെ ഫ്ലുവൻസ് നമ്മുടെ അവിടെ ഉണ്ട്, വളരെ അപൂർവമായിട്ടുണ്ട്. ഡാസിയുടെ സാൻഡേറോ. ഓക്കെ. ഇത് ഫോർഡിന്റെ വണ്ടി. ഫ്യൂഷോടെ തന്നെ സെഡാനും SUV ആയിട്ട് ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് ഇവിടെ കാണാം അല്ലേ? ഓക്കെ. പെർമിറ്റ് ഒക്കെ ഇരിക്കുന്നത് കണ്ടോ അകത്ത്? പുറത്ത് പോകാനുള്ള പെർമിറ്റ്. BMW. ഇത് ഏതാ മോഡല്? 3 സീരീസാ? കൊള്ളാം. നമ്മുടെ ആക്സെന്റ്, ഹ്യുണ്ടായി ആക്സെന്റ്, CRDI ഹ്യുണ്ടായി ആക്സെന്റ്. നമ്മൾ പണ്ട് ഒരു ഹ്യുണ്ടായി വെർണയിൽ നമ്മൾ മൂന്നാർ പോയിരുന്നു. എനിക്ക് വെർണ തന്നായിരുന്നു ഒരു 2-3 ആഴ്ച. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് 2-3 ആഴ്ച ആ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് മൂന്നാറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഓട്ടോമാറ്റിക് ഒരു വണ്ടി, നല്ല വണ്ടിയായിരുന്നു. ഇതേതാ സാധനം? ഇതാണ് ഇന്ത്യക്കാര് ഇപ്പൊ വരുന്നു കുറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ടൊയോട്ടയുടെ RAV4 എന്ന് പറയുന്ന വണ്ടിയാണ്. ഗൾഫിലൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ട്. ടൊയോട്ടയുടെ ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്ന ഒരു മിഡ് സൈസ് ഒരു SUV ആണ് RAV4. പക്ഷേ ഇന്ത്യയിലെ ടൊയോട്ടയുടെ ഇന്ത്യൻ പ്ലാനുകൾ നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ഇത്രയധികം നല്ല മോഡലുകളൊക്കെ ഉണ്ടായിട്ടും ഒന്നും കൊണ്ടുവരുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് ഈ ഡീലേഴ്സ് പോലും വശം കെട്ടിരിക്കുക ഈ ടൊയോട്ട ഇങ്ങനെ ചെയ്യുന്നോണ്ട്. ആണല്ലേ? എത്ര കാലമായി ഈ 2, 3, 4 മോഡൽ വെച്ചുള്ള കളിയല്ലേ? എത്രയോ മോഡലുകളുണ്ട് ഇന്ത്യയിൽ. പിന്നെ നമ്മുടെ ഡസ്റ്റർ ഇവിടെ കിടപ്പുണ്ട്. ഡസ്റ്റർ ആക്ച്വലി ഇവിടെ റെനോ ഡസ്റ്റർ അല്ല, ഡാസിയ ഡസ്റ്റർ ആണ്. നമ്മുടെ നാട്ടിൽ റെനോ ആണ് ഡസ്റ്റർ ഇറക്കുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ സെയിം പതിപ്പ് ഡാസിയാണ് ഇറക്കുന്നത്. അതെന്താ ശരിക്കും ഡസ്റ്ററും റെനോയും ഡാസിയും തമ്മിൽ വ്യത്യാസം എന്താ? ഒന്നുമില്ല, അത് ഓരോ കമ്പനികൾ ഓരോ സ്ഥലം. ഇപ്പം നമ്മുടെ നാട്ടിൽ വന്ന് ഇപ്പം ജനറൽ മോട്ടോഴ്സ് വന്നപ്പോഴത്തേക്ക് ഷെവർലെ, ഓപ്പൽ 2 ബ്രാൻഡാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ അവർ ആ മോഡലുകൾ പലതും പല പേരുകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. ആണോ? അങ്ങനെയാ? അപ്പൊ അത് ഓരോ കമ്പനികളുടെ സ്ട്രാറ്റജി എന്നുള്ളേ ഉള്ളൂ. നമ്മുടെ അവിടെ ആ കമ്പനി വന്നത് എന്നുള്ള പേരിലാണ്. അതുകൊണ്ട് അവരവര് ഡാസിയുടെ മോഡലുകൾ പോലും ആ പേര് കൊണ്ടുവന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് അത്യാവശ്യം നല്ലൊരു വെയിൽ വരുന്നതും തണുപ്പൊന്ന് മാറി നിൽക്കുന്നത്. ഇത്രയും ദിവസം ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. ഇന്നാണ് കുറച്ച് ആ തണുപ്പിന് ഒരു ശമനം ഉണ്ടായിരുന്നത്. കാറ്റും ചില സമയത്ത് തണുപ്പും കാറ്റും കൂടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ഫോർഡിൻ്റെ ഒരു കിട്ടില്ല വണ്ടി കിടപ്പുണ്ട്. ഇത് കണ്ടോ, അന്യായ ലുക്കാണ് ഈ സാധനത്തിന്. നമ്മുടെ ടെമ്പോ ട്രാവലർ പോലെയുള്ള ഒരു സാധനമാണ്. എന്തായാലും ഭയങ്കര ഫോട്ടോജനിക്കാണ്. നല്ല ഈ ഒരു കാരവൻ ടൈപ്പ് എന്തോ പറയുന്നത്. ഇത് ഞാനിപ്പോ നോക്കുകയായിരുന്നു, എനിക്കത് പെട്ടെന്ന് മനസ്സിലായി. ഇത് ഫോർഡ് ട്രാൻസിറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ആണോ? ഇത് രസം വെച്ചാൽ ഞാൻ ഇതിനെപ്പറ്റി നോക്കുമ്പോഴത്തേക്ക് ഇതിൽ മൊറോക്കോയിൽ വന്ന
വ്ളോഗും ബ്ലോഗും ഒക്കെ ചെയ്ത പലരും ഈ വാനുകളെ പറ്റി പറയുന്നുണ്ട്. ആണോ? അത് 76 തൊട്ട് 85 വരെ ഫോർഡ് മാനുഫാക്ചർ ചെയ്തൊരു വണ്ടിയാണ്. ഇത് ഈ അവസ്ഥയിൽ ഇപ്പൊ ഈ രാജ്യത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഡെലിവറി വാനുകളിൽ അധികം എന്നൊക്കെയാണ് ഇപ്പൊ ഈ ബ്ലോഗ്. അതിനകത്ത് നിറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതിന്റെ മേളിൽ ലഗേജ് ക്യാരിയർ ഉണ്ട്, സൈഡിലൊക്കെ കർട്ടറും ഒക്കെ ഇട്ട് രസമുണ്ട്. നമുക്ക് ഈ പഴയ ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സാധനം അല്ലേ? അതെ അതെ അതെ. അതിന്റെ ആ ഗ്രില്ലും സംഭവം മൊത്തത്തിൽ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഇതിനകത്ത് കർട്ടനൊക്കെ ഇട്ട് ഇതിനകത്ത് നിറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതിന്റെ മേളിൽ ഒരു ലഗേജ് റാക്കുണ്ട്. ഇവിടെ ഡോറുണ്ട്, ഇവിടെ ഡോറുണ്ട്. കൊള്ളാം. ഫോർഡിന്റെ ഇമാതിരി വണ്ടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ ബാക്കിൽ നിന്നുള്ള ലുക്ക് കണ്ടോ, പൊളി സാധനം. നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞാൽ നീല നിറമുള്ള രസമുള്ള ഒരു വണ്ടിയിലല്ലോ ട്രാൻസിറ്റ്, ഏറ്റവും പുതിയ മോഡൽ. വാവ്, അതും ഇവിടുത്തെ ഒരു ഡെലിവറി വാനാണ്. ഇത് പൊളിയാട്ടോ സാധനം. അല്ല, എന്തുകൊണ്ടല്ലേ ഫോർഡൊക്കെ ഇന്ത്യയിൽ പലപ്പോഴും ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ഫോർഡൊക്കെ ഭയങ്കരമായിട്ടൊരു തിരിച്ചടിയുള്ളൊരു സമയമായി ഫോർഡിന്. മോഡൽസ് വന്നിട്ട് എന്തൊക്കെ തരം വണ്ടികളുണ്ട് ഇവർക്കൊക്കെ. ഇതൊക്കെ എന്തുകൊണ്ട് ഇവർ ഇന്ത്യയിൽ മാത്രം കൊണ്ടുവരാത്ത അറിയില്ല. എന്തായാലും ഇത് കിടില വണ്ടിയാണ്. നല്ല AC ക്യാബിനാണ്. ഏരിയയുടെ ഒരു എലുപ്പൊക്കെ രസമല്ലേ? അതെ അതെ അതെ. സംഭവം എന്തായാലും അടിപൊളിയാണ്. കിടില, കാണാൻ തന്നെ ലുക്ക് ആക്കിയിട്ടുണ്ട് വണ്ടി അല്ലേ. നല്ല വീൽ ബേസ്, സ്റ്റെപ്പിന് ടയർ ഉണ്ട്, അടിയിലിരിപ്പുണ്ട്. രണ്ടായിട്ട് തുറക്കുന്ന ഡോറാണ് ബാക്കിൽ. അതെ, ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? വേണോ? ഈ ബോഡി കസ്റ്റമൈസ് ചെയ്തതായിരിക്കണം. ആണല്ലേ? പലതരത്തിൽ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അതെ, എന്തായാലും നല്ല അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. കിടുകനായിട്ടുണ്ട്. ഫോർഡ് ട്രാൻസിറ്റ്. ഫിയറ്റിൻ്റെ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ നാട്ടിൽ ഓടിയിരുന്നൊരു വണ്ടിയാണ് പുണ്ടോ എന്ന് പറയുന്നത്. ഫിയറ്റ് പുണ്ടോ നല്ല പവറുള്ള ഒരു വണ്ടിയായിരുന്നു ഈ ഒരു കാറ്റഗറിയിൽ. ആ പുണ്ടോ ഒരെണ്ണം പഴയത് ഇവിടെ കിടക്കുന്ന കാണാം. പിന്നെ മഹീന്ദ്രയുടെ ലോഗൻ, നമ്മുടെ നാട്ടിൽ മഹീന്ദ്രയുടെ ലോഗൻ ഇറക്കിയിരുന്നു ആദ്യം റെനോ ലോഗൻ തന്നെ ആയിരുന്നല്ലോ. പിന്നെ മഹീന്ദ്ര വെരിറ്റോ എന്നായി അതിൻ്റെ പേര്. കാരണം തുടങ്ങിയ സമയത്ത് ഇവർ തമ്മിൽ ടൈപ്പ് ആയിരുന്നു, മഹീന്ദ്രയും റെനോയുമായിട്ട്. പിന്നെ രണ്ടും പിരിഞ്ഞ ഇൻഡിപെൻഡന്റ് കമ്പനികളായപ്പോൾ ഈ മോഡൽ മഹീന്ദ്ര എടുത്തിട്ട് അതിന് വെരിറ്റോ എന്ന് പേര് മാറ്റി. ഇത് രസമുള്ള ഒരു SUV ആണ്. ഇത് ഫ്യൂഷോയുടെ 3008 എന്ന് പറയുന്ന മോഡലാണ്. ഫ്യൂഷോ നല്ല രസം വണ്ടിയില്ല. അതെ. പിന്നെ നമ്മുടെ ഹ്യുണ്ടായി i10, ഇബാദിക്കയുടെ വണ്ടി. ഇബാദിക്കയുടെ വണ്ടി ഹ്യുണ്ടായി i10. അപ്പാർട്ട്മെൻറ്റുകളുടെ സമീപത്ത് ഈ മണ്ണ് ചെത്തി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വഴിയാക്കിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. കണ്ടോ, അതിങ്ങനെ മണ്ണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു മണ്ണാണില്ല, അതുകൊണ്ട് ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും മഴ പെയ്യുമ്പോഴത്തേക്കിന്. കല്ല് പോലെ ആയിരിക്കും മിക്കവാറും ഇരിക്കുന്നത്. തൊട്ട് നോക്കാം. നല്ല സ്ട്രോങ് അല്ലേ, ഇളവൊന്നുമില്ല, നല്ല സ്ട്രോങ് ആണ് സാധനം. ഇവിടെ ഒരു പഴയ ഒരു ബെൻസിൻ്റെ ഒരു മോഡൽ കിടപ്പുണ്ട്. ഇത് ഏതാ ഈ മോഡൽ? ഇത് 80കളിലെ മോഡലാണ്. ആണല്ലേ? ഇത് എടുത്തിട്ടും കുറേ നാളായെന്ന് തോന്നി വണ്ടി. നല്ല പഴയ വണ്ടിയാണ് ഇത്. കണ്ടോ, ഇതിൻ്റെ ലോഗോയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ മറ്റേ ആ ഒരു പൊങ്ങി വരുന്ന ടൈപ്പ് സാധനമായിരുന്നു തോന്നുന്നു. ഞങ്ങൾക്ക് കുടികടപ്പ് അവകാശമൊക്കെ തരേണ്ടി വരും മിക്കവാറും ഫ്ലാറ്റില്. പുട്ടോ തള്ളി മറിക്കും. എനിക്ക് തള്ളി മറിക്കും. അല്ലെങ്കിൽ തന്നെ തള്ളല. കാരണം സമയമായി. നമ്മളിപ്പോ 6 മണി, എനിക്കിപ്പോ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് പോണോ അല്ലേ? 6 മണിക്ക് മുമ്പ് പോണോ അല്ലേ? അപ്പൊ നമ്മുടെ മുബീന ചേച്ചി എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരിയാണ് മുബീന്റെ സഹോദരി നമുക്കായി ഇന്ന് ഉണ്ടാക്കി തന്നിരിക്കുന്ന ഡിന്നർ. അപ്പൊ ഇന്ന് മുതൽ രാവിലെയും ഉച്ചയ്ക്കും ഞങ്ങൾ ഉണ്ടാക്കണം, രാത്രിയിൽ ഡിന്നർ എത്തിച്ചു തരുമെന്നാണ് സുമീർ ഭായി പറഞ്ഞിരിക്കുന്നത്. സന്തോഷമുണ്ട് നമുക്ക്. ഇതെന്താന്ന് മനസ്സിലായി ഭായി ചേട്ടന്? മനസ്സിലാകുകയും ഞാൻ 2 പീസ് എടുത്ത് കഴിക്കുകയും ചെയ്തു. പ്രോൺസ്, ചെമ്മീൻ, ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാകുന്ന പോലെ ഒരു ടേസ്റ്റിൽ ചെമ്മീൻ ഉണ്ടാക്കി തന്നിരിക്കുന്നു. പുട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുന്ന ഭക്ഷണം. പിന്നെ കടലക്കറിയുണ്ട്, മീൻ കറിയുണ്ട് ഇതിനകത്ത്. ഉണ്ണിയപ്പം എന്ത് സോഫ്റ്റ് ആണെന്ന് അറിയാം ഈ ഉണ്ണിയപ്പം. ഞങ്ങൾ രണ്ടെണ്ണം കഴിച്ചു. അടിപൊളി ഉണ്ണിയപ്പം. പിന്നെ പുട്ടിരിപ്പുണ്ട്. പിന്നെ ചപ്പാത്തി നമുക്ക് തന്നിട്ടുണ്ട്, അതായത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇത്. ഉണ്ടോ? ഇത് നമുക്ക് വെസ്റ്റിനുണ്ട് ചേട്ടാ. അത് തന്നെയുള്ള 3 ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമുക്ക് ചപ്പാത്തി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഒരു കറി ഉണ്ടാക്കാം, ഇത് ചൂടാക്കി കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത. അതെങ്കിലും ചെയ്യണം, ചൂടാക്കി കഴിക്കണം. പിന്നെ നമ്മൾ കടയിൽ പോയപ്പോഴത്തേക്കിനും നമ്മൾ പാല് വാങ്ങിയിരുന്നു. 2 കവറ് പാല്, നമ്മുടെ UHT മിൽക്കാണ് ഇത്. പിന്നെ തൈര് വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് ഉച്ചയ്ക്ക് സലാഡൊക്കെ ഉണ്ടാക്കാനായിട്ട് തൈര് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അടുത്ത ദിവസം ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇന്ത്യ ഗേറ്റിന്റെ ബിരിയാണി റൈസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിനാണ്ട് 40 ദിറംസ് എങ്ങാണ്ടായിരുന്നു. ഇന്ത്യ ഗേറ്റ് അടച്ച സമയത്ത് തന്നെ ഇന്ത്യ ഗേറ്റ് വാങ്ങിച്ചു അല്ലേ? അതെ അതെ. പിന്നെ ഇത് നമ്മുടെ പുഴുക്കലരി അല്ലേ? അല്ലേ? സാധനം ഇന്ത്യൻ റൈസ് ആണ്, അതും കിട്ടിയിരിക്കുന്നു. അപ്പം ഒരു ദിവസം ബൈജുചേട്ടൻ ചോറുണ്ടാക്കുമെന്നാണ് ബൈജുചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനല്ലേ? എനിക്ക് ഒരു ദിവസം ചോറ് കഴിക്കണം എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് സാധനങ്ങൾ. താങ്ക്സ് എ ലോട്ട് സുനിൽ ഭായി.
നമ്മുടെ സുനീർ ഭായി നമുക്ക് ബർത്ത്ഡേ കട്ട് ചെയ്യാൻ വേണ്ടി ഡേ ഇല്ലല്ലോ, ഡേ ഞാൻ തിന്നതാ. ഡേ ഒന്നും ഈ വേണ്ട, ഉണ്ടായിരുന്നു ഞാൻ എന്റെ വയസ്സ് വെക്കാഞ്ഞത് ഭാഗ്യം. ഡേ വെച്ചാലും പ്രശ്നമില്ല. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി രണ്ടുപേരെ സംസാരിക്കാനുണ്ട്. എന്താ കേക്കാ? അല്ല, കേക്കിനെ പറ്റിയല്ല, ബർത്ത്ഡേ ഈ കേക്ക് ഇവിടെ വന്നതിന്റെ വഴികളെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ? ആണോ? അപ്പൊ 2-3 ദിവസം മുമ്പ് എന്നെ ശ്വേത വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ 2-3 ഒരാഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു 24-ാം തീയതി സുഹിത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ചേട്ടൻ വളരെ രഹസ്യമായി ഒരു കേക്ക് സംഘടിപ്പിച്ച് മുറിക്കണം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് തന്നെ ഇത് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കേക്ക് നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മുറിക്കണം ഞാൻ വിചാരിച്ചത്. ഏതായാലും അത് ഒരു എന്താ പറയണ്ടേ കാറ്റലിസ്റ്റ് പോലെ പ്രവർത്തിക്കുകയും ഞാനപ്പം അതിനിടയ്ക്കാണ് പിന്നെ നമ്മുടെ ഈ ക്ലോസ് ഡൗൺ ഒക്കെ വരുന്നത് ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ച സംഗതി പൊളിഞ്ഞു, എന്തായാലും പറ്റില്ല. പിന്നെ വല്ല ഈ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും മുറിച്ച് ആഘോഷിക്കേണ്ടി വരും. അന്നേരമാണ് നമുക്ക് സൂര്യാനെ ഇവിടെ കിട്ടിയത്. അപ്പം ഞാൻ മിനിക്കാതെ സൂര്യാനെ വിളിച്ചു പറഞ്ഞു, എനിക്കെന്നാണ് ഈ ഇവിടുന്ന് വിളിക്കാനും പറ്റത്തില്ല, ഈ മനുഷ്യൻ എപ്പോഴും ഉണ്ടല്ലോ, വിളിച്ചു പറയണ്ട കേക്ക് ഞാനത് ബാത്റൂമിൽ നിന്നാ വിളിച്ചത്. വിളിച്ചു പറഞ്ഞാൽ കേക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് സംഗതി. ഞാൻ പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇതിങ്ങനെ എഴുതി ഭംഗിയാക്കി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് 2 പേർക്ക് നന്ദി പറയണം. ഒന്ന് ശ്വേതയോടും സുനീറിനോടുമാണ്. എന്നാലും പൊളിച്ചു. നമ്മൾ കണ്ടുള്ളത് ഒരു അല്ലേ, ഇതെന്താന്ന് മനസ്സിലായി ഇതിന്റെ ഷേപ്പിന്റെ അർത്ഥം എന്താ? ഇതൊരു ക്ലോക്കാ ആണോ? നിങ്ങളൊന്നും ഇവിടെ പോകാൻ പരിപാടി ഇല്ലേ? സമയം ഇത്ര എനിക്ക് തോന്നുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാന്ന് തോന്നുന്നു. ലൈവായിട്ട് കാണണം. ഹായ്, ഇതേ കേക്ക് ഒരു മിനിറ്റ് കാണിച്ചു തരാവേ. പടമൊക്കെ അടുത്ത് അയച്ചു കൊടുത്താ? അത് ശരി, കൊള്ളാലോ. ഉണ്ടാ, അപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പൊ ഹാപ്പി ആയില്ലേ? അതെ, ഹാപ്പി ആയി. താങ്ക് യു. അപ്പൊ ശ്വേത, ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറ ഇവിടെ വെക്കാം കേട്ടോ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സുജിത്, അടിപൊളി കേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. കാണുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഒരു കഷ്ടം എടുത്ത് ശ്വേതയ്ക്ക് കൊടുത്തേക്ക്. ആദ്യത്തെ കഷ്ടം ശ്വേതയ്ക്ക്. എല്ലാവർക്കും അപ്പൊ ഞാൻ തന്നെ ഇരുന്നേക്കാം. കൊറോണ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പാടില്ല. ഞാൻ കൈ കഴിയായിരുന്നു. സാനിറ്റൈസർ ഉണ്ടല്ലോ. അപ്പോ താങ്ക് യു സോ മച്ച്. അതെ ശ്വേത, അടുത്ത ആഴ്ച എന്റെ 25ാം പിറന്നാളും വരുന്നുണ്ട്. ആഘോഷിക്കുന്നുണ്ട്. എത്ര ഏഴ് കൊല്ലം? അടുത്ത ആഴ്ച വൈകിട്ടടുത്ത് 25ാം പിറന്നാളാണ്. ഏപ്രിൽ 4 ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ ഇല്ലല്ലേ, ഞാൻ ഓണയൊന്നും പറയില്ല. 25-ന്. താങ്ക് യു സോ മച്ച്. ഒത്തിരി ആൾക്കാർ വിഷ് ചെയ്തായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം. എല്ലാം റെഡിയാവും പെട്ടെന്ന് തന്നെ.